ഹലോ സ്റ്റുഡൻസ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതി നമ്മളുടെ എഫ് പോയിൻ്റർ ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയലിൻ്റെ പേര് കൊടുത്ത് എന്നിട്ട് ഡബ്ല്യു എന്ന മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതായത് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ കൊടുത്തത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ആയിക്കോളും. അതാണ് ഡബ്ല്യു എന്നതിൻ്റെ പ്രത്യേകത. ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡാറ്റ 2 ലൈനായിട്ട് നമ്മളൊരു ഫയലിൽ സ്റ്റോർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് ഇങ്ങനെ ഇവിടെ ഫയൽ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഡാറ്റ 2 ലൈൻ ഡാറ്റ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതിലൊരു ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഡബ്ല്യു എന്ന മോഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, പ്രീവിയസ് ആയിട്ട് അങ്ങനെ ഒരു ഫയൽ ഇതേ പേരിൽ തന്നെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഈ ഡാറ്റ വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇവിടെ ഡബ്ല്യു എന്ന റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡബ്ല്യു വെച്ചിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ എഫ് ഓപ്പൺ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫംഗ്ഷൻ റൺ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ഫയൽ നെയിം ഉള്ള ഒരു ഫയൽ അവിടെ ആ ഫോൾഡറിൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു പ്രോഗ്രാം ചെയ്തതെന്ന് വെച്ചാൽ, ഈ എ എന്ന് പറഞ്ഞ അത് വെച്ചിട്ട്, അതായത് അപ്പൻഡ് എന്ന് പറയുന്നത്, അതായത് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോഗ്രാം റൺ ചെയ്തത്. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫയൽ ആൾറെഡി ആ ഫോൾഡറിലുണ്ട്. ഇത്രയും ഡാറ്റയുള്ള ഈ 3 ലൈൻ ഡാറ്റയുള്ള ഈ ഒരു ഫയൽ നെയിമിലുള്ള കൈലാസ് എന്ന ഫയൽ നെയിമിലുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ആൾറെഡി ഈ ഫോൾഡറിലുണ്ട്. അപ്പോഴായിരിക്കും ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ എ എന്ന് പറഞ്ഞ ഇത് ഇട്ടിട്ടാണ്, മോഡ് ഇട്ടിട്ടാണ്, അതായത് ഇത് അപ്പൻഡ് എന്ന് പറയുന്ന ഡാറ്റ ആഡ് ചെയ്യാനുള്ള ആ പെർമിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്തത്. അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഈ ഫയൽ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അത് പുതിയൊരു ബ്ലാങ്ക് ഫയൽ അത് ക്രിയേറ്റ് ചെയ്തോളും. ഇവിടെ ആൾറെഡി ഇങ്ങനെ ഒരു ഫയൽ ഉള്ളതുകൊണ്ട് അതിനെ തന്നെ അങ്ങ് ഓപ്പൺ ചെയ്യും. അല്ലാതെ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ഈ ഫയലിനെ തന്നെ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പിന്നെ ഒരു ലൈനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു 4ാമതൊരു ലൈനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡാറ്റ ആഡ് ചെയ്യാനുള്ള പെർമിഷനാണ് ആക്ച്വലി നമ്മളിവിടെ കൊടുത്തത്, എ എന്നുള്ള ഇതുവഴി. അങ്ങനെ എ എന്ന് പറഞ്ഞ മോഡ് വെച്ച് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാനുള്ള ഇത് വെച്ച് ഇങ്ങനെ 4ാമത്തെ ലൈനും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കണ്ടു നിർത്തിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫയൽ ഇങ്ങനെ ഈ ഒരു ഫോൾഡറിൽ തന്നെ കിടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ ഫയലിൽ ആദ്യത്തെ ലൈൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് നോക്കും. നമ്മൾ ഈ ഫയലിലെ ആദ്യത്തെ ലൈനിലുള്ള ക്യാരക്ടേഴ്സ് സ്ട്രിങ് ആണെന്ന് പറയാമല്ലോ. ഇത് ഒരു സ്ട്രിങ്, ഇത് അടുത്ത സ്ട്രിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ ലൈനിൽ വരുന്ന കണ്ടൻറ്റ് നമ്മൾ ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. ക്യാരക്ടർ വേരിയബിളൊന്നും സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ട്രിങ് ഡാറ്റയാണെങ്കിൽ നമ്മളൊരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ലൈനിലുള്ള ആ ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് ആ ക്യാരക്ടർ അറേ ഡിസ്പ്ലേ ചെയ്ത് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ക്രീനായിട്ടേ വരത്തുള്ളൂ. കാരണം ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രമേ വരത്തുള്ളൂ. അത് ക്ലോസ് ചെയ്തിട്ട്, ഔട്ട്പുട്ട് സ്ക്രീൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ വിൻഡോസ് എക്സ്പ്ലോററിൽ വന്ന് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ, പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ആക്ച്വലി ഡാറ്റ ഒന്നും കാണത്തില്ല. ഔട്ട്പുട്ട് സ്ക്രീനിൽ ഒരു മെസ്സേജ് ഒന്നും കാണത്തില്ല. കാരണം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫയലിൽ നിന്ന് ഇതിലുള്ള ഏതെങ്കിലും ഒരു ലൈന് നമ്മൾ ചൂസ് ചെയ്തിട്ട് ലൈനിലുള്ള ഡാറ്റ ഫുള്ളും എടുത്തിട്ട് അതിന് നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകത, ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ R എന്ന് പറയുന്ന ആ മോഡാണ് സെലക്ട് ചെയ്യുക. R എന്ന ആൽഫബറ്റാണ് മോഡ് എന്ന് പറയുന്ന ആ പാർട്ടിൽ കൊടുത്തത്. R എന്ന് ഉദ്ദേശിക്കുന്നത് റീഡ് ഓൺലി, ആ ഫയലിനെ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഈ kailas.txt എന്ന് പറയുന്ന ഫയലിനെ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുന്നു എന്ന പെർമിഷനാണ് നമ്മൾ R എന്ന് പറയുന്ന ആൽഫബറ്റ് ഉപയോഗിച്ച് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആൾറെഡി ആ ഫയൽ അവിടെ ഉണ്ടായിരിക്കണം, ആ ഫോൾഡറിൽ ആദ്യം ആൾറെഡി ആ ഫയൽ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അത് എറർ കാണിക്കും. അല്ല, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം റീഡ് വച്ചിട്ടുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ, ഫയൽ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എങ്കിൽ അത് എറർ കാണിച്ചോളും. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ഫയലുണ്ട്, ഇത്രയും ഡാറ്റ ഉള്ള ഒരു ഫയൽ അതേ പേരിൽ നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് R എന്ന് പറയുന്ന പെർമിഷൻ വെച്ചിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട പ്രോഗ്രാംസ് എല്ലാം ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പോയിൻ്റർ, നമ്മൾ ഈ ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള പോയിൻ്റർ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യും. എഫ് പോയിൻ്റർ എന്നാണ് ഞാൻ പോയിൻ്റർ പേര് കൊടുത്തത്. അത് മെൻഷൻ ചെയ്യുന്നു. ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് എഫ് ഓപ്പൺ ഫംഗ്ഷൻ എഴുതി സിമ്പിൾ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ആദ്യം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആ ഫയലിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നു. ഈ ഫയൽ ആൾറെഡി ഉണ്ടായിരിക്കും.
എന്നിട്ട് കോമ ഈ ഡബിൾ കോട്ട്സിനകത്ത് 6 എന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ റീഡ് ഓൺലി ആയിട്ടാണ് നമ്മൾ ഈ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ അഡ്രസ്സ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ ഈ ഫയലിൻ്റെ അഡ്രസ്സ് ഈ ഫയൽ ഹാർഡ് ഡിസ്കിലുള്ള ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു, അതായത് റാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് റാമിൽ വെച്ചിട്ടായിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ റാമിൽ എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണമല്ലോ. ആ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഈ എഫ് പോയിൻ്റർ എന്ന് പറയുന്ന പോയിൻ്ററിലോട്ട് സ്റ്റോർ ആകുന്നത്. ഇനി എഫ് പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫയലിനെ നമ്മൾ പോയിന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ പോയിൻ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫയലാണ് അവിടെ ഫോൾഡറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലൈന് നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. നെയ്മ് കൈലാസ് ശ്രീചന്ദ്, അതായത് ഈ ഒരു ലൈന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഈ ഫയലിൽ നിന്ന് ആദ്യത്തെ ലൈൻ എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു ഔട്ട്പുട്ട് സ്ക്രീനിൽ. അതിനുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ അതിന് വേണ്ടി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാം. ഈ ഫയൽ സ്റ്റോർ ചെയ്യാനുള്ള ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫയലിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ഒരു ഫോൾഡർ ഒരു പോയിൻ്റർ ഡിഫൈൻ ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പ് കണ്ട അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. പിന്നെ ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ലൈൻ എന്ന് പേരുള്ള ഒരു ക്യാരക്ടർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ അറേയുടെ പേരാണ് ലൈൻ എന്ന്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 255 ആണ് അതിൻ്റെ സൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വേണമെങ്കിൽ അപ് ടു 255 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 255 അല്ലെങ്കിൽ 254 ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാൻ ഒക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ അറേ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഒരു ഫയലിൽ നിന്ന് ആദ്യത്തെ ഒരു ലൈനിലുള്ള ഡാറ്റ മുഴുവൻ, ഈ ആദ്യത്തെ ലൈനിൽ വരുന്ന ഡാറ്റ മുഴുവൻ നമ്മൾ ഒരു സ്ട്രിങ് ഈ ലൈൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ ലൈനെയാണ് നമ്മൾ പിന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന, അതായത് ഈ ഫയലിൽ സ്റ്റോർ ചെയ്യുന്ന ആദ്യത്തെ ലൈനിലുള്ള ഡാറ്റയെ ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഗെറ്റ്സ് എന്ന് പറയുന്നത്. ഈ എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫയൽസിൽ ഉപയോഗിക്കുന്ന ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇത്. ഫയൽസ് എന്ന് പറയുന്ന ആ കാറ്റഗറിക്ക് അത് ഉപയോഗിക്കുന്ന ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ എഫ് ഗെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ പ്രോഗ്രാംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ റീഡ്സ് എ ലൈൻ ഫ്രം ദി സ്പെസിഫിക് ഫയൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻ, ഇവിടെ ആദ്യത്തെ ലൈൻ ആയിരിക്കും, അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അത് മിക്കവാറും ക്യാരക്ടർ അറേയിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇതിൽ ഫുള്ള് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേരിയബിൾസിലോട്ടൊക്കെ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഇപ്പം ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ സ്ട്രിങ് ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ ക്യാരക്ടർ അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എഫ് ഗെറ്റ്സ് എന്ന സംഭവം ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഗെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ, ഈ എസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ മൊത്തമായിട്ടും ഗെറ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു എന്ന ഒരു മീനിങ് വെച്ചിട്ടാണ് ഗെറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫയൽസ് അതിൻ്റെ അകത്ത് നിന്ന് സ്ട്രിങ്ങിനെ എടുക്കുന്നുവെങ്കിലാണ് എഫ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഗെറ്റ്സ് എന്ന ആ കീവേഡ് എഴുതുന്നു, എന്നിട്ട് സിമ്പിൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമ്മളിവിടെ കോമയിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 കാര്യങ്ങൾ കോമയിട്ട് മെൻഷൻ ചെയ്യണം. ആദ്യം ഈ ഫയലിൽ നിന്ന് എടുക്കുന്ന ആ ഡാറ്റ ഏതിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് ക്യാരക്ടർ അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ആ ക്യാരക്ടർ അറേയുടെ പേര് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. ലൈൻ എന്നാണ് ഈ ക്യാരക്ടർ അറേയുടെ പേര്. ആ ലൈൻ എന്ന് നമ്മളിവിടെ എഴുതുന്നു, അതിൻ്റെ പേര് നമ്മളിവിടെ എഴുതുന്നു, എന്നിട്ട് കോമ ഇടുന്നു. അടുത്തത് എത്ര ക്യാരക്ടേഴ്സ്, അപ് ടു എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ ഇത് ചെയ്യുന്ന ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് അബ്സോർബ് ചെയ്യണം എന്നാണ് രണ്ടാമത് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ലൈനാണെന്ന് കരുതുക. ഇവിടെ ഇപ്പോൾ ഇത്ര നെയിം കൈലാസ് ശ്രീചന്ദ് മാത്രമല്ല, വളരെ ലെങ്തി ആയിട്ടുള്ള ലൈനാണെന്ന് കരുതുക. ആ ലെങ്തി ആയിട്ടുള്ള ലൈനിൽ തന്നെ അതിപ്പം മേ ബി 1000 ലെറ്റേഴ്സ് ഉള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ലൈനാണെന്ന് കരുതുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരെ അബ്സോർവ് ചെയ്യണം എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഈ ക്യാരക്ടർ അറേയുടെ സൈസ് എന്താണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ സെയിം സൈസ് തന്നെയായിരിക്കും നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സൈസ് 255 ആയതുകൊണ്ട് അതേ സൈസ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത്. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം 255 ക്യാരക്ടേഴ്സ് ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞ് അബ്സോർബ് ചെയ്യാം എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇതൊരു മാക്സിമം വാല്യൂ മാത്രമാണ്. 255 ക്യാരക്ടേഴ്സ് തന്നെ എടുക്കണമെന്നില്ല, അപ് ടു 255 അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഈ ക്യാരക്ടർ അറേയുടെ സൈസ് എന്താണോ അത് നമ്മളിവിടെ എഴുതുന്നു, എന്നിട്ട് കോമ ഇടുന്നു. എന്നിട്ട് ഈ പോയിൻ്റർ ഏതാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അതായത് ഏത് ഫയലിൽ നിന്നാണ് ഈ ഡാറ്റ എടുക്കേണ്ടത്, ആ ഫയലിൻ്റെ പേരായിരിക്കത്തില്ല നമ്മൾ മെൻഷൻ ചെയ്യുന്ന, അറിയാലോ. ആ ഫയൽ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അഡ്രസ്സ് ഇരിക്കുന്ന ആ പോയിൻ്ററാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. എപ്പോഴും ഈ പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ പോയിൻ്റർ, ഈ ഫയലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന പോയിൻ്റർ ഏതാണോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എഫ് പോയിൻ്റർ എന്ന് പറയുന്ന ആ പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിലുള്ള ആ ഫയലിൽ നിന്ന്, ആ ഫയൽ എന്ന് പറഞ്ഞാൽ ഈ കൈലാസ്.txt എന്ന് പറഞ്ഞ ഫയലായിരിക്കും ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ ഫയലിൽ നിന്നും
ആദ്യത്തെ ആദ്യത്തെ ലൈൻ അതിങ്ങ് അബ്സോർബ് ചെയ്യും. ആദ്യത്തെ ലൈൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഇവർ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണ് ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നത് അതുവരെയുള്ള ഡാറ്റയെ അതങ്ങ് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ലൈൻ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ നോക്കുക, മൊത്തം 4 ലൈനുള്ള ഈ ഡാറ്റ നോക്കുക. ഇതിൽ ആദ്യം ന്യൂ ലൈൻ ക്യാരക്ടർ എവിടെയാണ് വരുന്നത്? ആദ്യം ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ കൈലാസ് ശ്രീചന്ദ്രൻ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കുമ്പോഴാണ് ഈ കർസർ അടുത്ത ലൈനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ലൈൻ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഈ എഫ് ഗെറ്റ്സ് എന്ന് പറയുന്ന ആ സംഭവം എന്താണെന്ന് വെച്ചാൽ എതുവരെ ഈ ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നു അതുവരെയുള്ള ക്യാരക്ടേഴ്സ് അത് ആദ്യത്തെ സ്ട്രിങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡാറ്റ നോക്കുമ്പം ഏറ്റവും ആദ്യം ഈ ന്യൂ ലൈൻ ക്യാരക്ടർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതുവരെയുള്ള മൊത്തത്തിലുള്ള സ്ട്രിങ് ഡാറ്റ അതങ്ങ് അബ്സോർബ് ചെയ്യും. അതാണ് ഞാൻ ഈ ആദ്യത്തെ ലൈൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ആദ്യത്തെ ലൈൻ എന്നുമല്ല ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഈ ന്യൂ ലൈൻ ക്യാരക്ടർ ആദ്യം എവിടെയാണോ വരുന്നത് അതുവരെയുള്ള ഡാറ്റയെ അതങ്ങ് അബ്സോർബ് ചെയ്യും. ഇൻക്ലൂഡിങ് പറയുന്നത് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ സഹിതം അതങ്ങ് അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ന്യൂ ലൈൻ ക്യാരക്ടർ നമുക്കിവിടെ കാണാനൊക്കത്തില്ല, കാരണം അത് ന്യൂ ലൈൻ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി കാണാനൊക്കത്തില്ല. അപ്പോൾ എന്താണെന്നല്ല ആ ന്യൂ ലൈൻ ക്യാരക്ടർ സഹിതം അതങ്ങ് അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ആദ്യത്തെ ഈ ഒരു ലൈൻ മൊത്തം അതങ്ങ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പം അതിന് വേണ്ടി അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഫ് ഗെറ്റ്സിൻ്റെ സിൻടാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എഫ് ഗെറ്റ്സ് എന്ന് എഴുതി സിമ്പിൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ആദ്യം സ്റ്റോർ ചെയ്യേണ്ട ഈ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടർ അറയുടെ പേര് മാത്രം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് കോമ ഇടുന്നു. ഇതിൻ്റെ സൈസ് എന്താണോ, ക്യാരക്ടർ അറയുടെ സൈസ് എന്താണോ അതും നമ്മൾ മെൻഷൻ ചെയ്യുന്നു. കോമ ഇടുന്നു. പോയിൻ്റർ ആ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ പോയിൻ്റർ ഏതാണോ, അഡ്രസ്സ് ഇരിക്കുന്ന പോയിൻ്റർ ഏതാണോ ആ പോയിൻ്ററുടെ പേര് മാത്രം അങ്ങ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോൺ ഇടുന്നു. അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫയലിൽ നിന്ന് ആദ്യത്തെ ലൈന് മൊത്തം ഒരു സ്ട്രിങ് ഡാറ്റയായിട്ട് ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ആകുന്നു. ഇനി നമ്മൾ ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറിയുന്നത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. മുമ്പത്തെ പ്രോഗ്രാംസിൽ പണ്ടത്തെ പ്രോഗ്രാം ഈ തേർഡ് മോഡ്യൂളിൽ അറയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എഫ് എന്ന് കൊടുത്തിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് %s എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്ട്രിങ് ഡാറ്റയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഈ ലൈൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അറേ ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഈ ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു രൂപം ഉപയോഗിച്ചാൽ മതി. നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കൈലാസ് എന്ന് പേരുള്ള ആ ഫയലിൽ, ആ ടെക്സ്റ്റ് ഫയലിലുള്ള ആദ്യത്തെ ലൈൻ എന്താണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ ആദ്യത്തെ ലൈനെ അബ്സോർബ് ചെയ്ത് ഈ ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ ക്യാരക്ടർ അറയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എഫ് ക്ലോസ് എന്ന സംഭവം ഉപയോഗിച്ച് നമ്മൾ ആ പോയിൻ്റർ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യാം. അതിനുവേണ്ടി എഫ് ക്ലോസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ ഫയലിനെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അതിനെ തിരിച്ച് ഹാർഡ് ഡിസ്കിലോട്ട് തന്നെ വിടുന്നത്. റാമിലുള്ളത് അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഹാർഡ് ഡിസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ചേഞ്ചസ് ഒന്നും വരുത്താനൊക്കത്തില്ല, കാരണം റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫയലിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഇത് തീരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം റീഡ് ചെയ്യുന്ന ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ റീഡ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. എഫ് ഗെറ്റ്സ് എന്ന ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഫയലിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നതൊക്കെ. ഇത് ഞാനിപ്പം ഇതിൻ്റെ ചെറിയൊരു മോഡിഫൈ ചെയ്ത ഒരു പ്രോഗ്രാമും കൂടെ കാണിക്കാം. ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്, അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കാം, നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രോഗ്രാമൊക്കെ തന്നെ ഈ ലൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു, എഫ് പോയിൻ്റർ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ kailas.txt എന്ന് പറഞ്ഞാൽ ഈ ഫയൽ തന്നെയാണ്. അതിപ്പോഴും കിടപ്പുണ്ട്, അത് ഡിലീറ്റ് ആയിട്ടൊന്നുമില്ല, വേറെ ഡാറ്റ ഒന്നും അതിൽ വന്നിട്ടില്ല, ചേഞ്ചസ് ഒന്നുമില്ല. ഇതേ ഫയൽ അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതിനെ എന്ന് പറയുന്ന റീഡ് ഓൺലി ആ ഒരു മോഡ് വെച്ചിട്ട് തന്നെ, റീഡ് ചെയ്യാനുള്ള മോഡ് വെച്ചിട്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഫ് ഗെറ്റ്സ് റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ന്യൂ ലൈൻ ക്യാരക്ടർ എവിടെയാണോ വരുന്നത് അതുവരെയുള്ള സ്ട്രിങ് ഡാറ്റയെ അത് ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഉടനെ തന്നെ വീണ്ടും ഒരു എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, എഫ് ഗെറ്റ്സ് എന്ന് പറഞ്ഞ് ലൈൻ ആ സെയിം ക്യാരക്ടർ അറയുടെ പേര് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈസും കൊടുത്തിട്ടുണ്ട്, ആ സെയിം പോയിൻ്ററും നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഈ എഫ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ന്യൂ ലൈൻ ക്യാരക്ടർ എവിടെയാണോ വരുന്നത് അതുവരെയുള്ള മുകളിലത്തെ ആദ്യത്തെ ന്യൂ ലൈൻ ക്യാരക്ടർ മുതൽ അടുത്ത ന്യൂ ലൈൻ ക്യാരക്ടർ വരെ വരുമ്പോൾ എന്തുമാത്രം സ്ട്രിങ് ഡാറ്റയുണ്ട് അത് മുഴുവനും കൂടെ ഈ ലൈനിലോട്ട് സ്റ്റോർ ചെയ്യുക, ഈ ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അടുത്ത എഫ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂ ലൈൻ ക്യാരക്ടർ വരെയാണ് നമ്മൾ ഡാറ്റ അബ്സോർവ് ചെയ്തത്. അടുത്ത ന്യൂ ലൈൻ ക്യാരക്ടർ മുതൽ ന്യൂ ലൈൻ ക്യാരക്ടർ മുതൽ അടുത്ത ന്യൂ ലൈൻ ക്യാരക്ടർ വരെ എന്തൊക്കെ സ്ട്രിങ് ഡാറ്റയുണ്ടോ അത് മുഴുവനായിരിക്കും ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് ബ്രൗസർ എന്ന് പറയുന്ന ആ സ്ട്രിങ് ഡാറ്റയായിരിക്കും ലൈൻ എന്ന് പറയുന്നതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം
ഈ ഫസ്റ്റ് ലൈനെ നമ്മൾ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു ലൈനെയാണ് നമ്മൾ ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ലൈനെ കയറി സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഈ ക്യാരക്ടർ അറയിൽ ഈ 255 അത്രയും സൈസ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ ഈ സ്ട്രിംഗ് ഡാറ്റയെ സ്റ്റോർ ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്താണ് ഈ രണ്ടാമത്തെ സ്ട്രിംഗ് ഡാറ്റയെ അതവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഈ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചു. പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഡബിൾ കോട്സിനകത്ത് പെർസെൻറ്റേജസ് കൊടുക്കുന്നു, ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടർ അറേ പേരിവിടെ മെൻഷൻ ചെയ്യുന്നു. ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ രണ്ടാമത് റൈറ്റ് ചെയ്ത ആ ഒരു സ്ട്രിംഗ് ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആദ്യത്തെ ലൈനിനെ എടുത്ത് നമ്മൾ ആ ക്യാരക്ടർ അറയിലൂടെ സ്റ്റോർ ചെയ്തു. അത് റീപ്ലേസ് ആയി പോകും. നമ്മൾ രണ്ടാമത്തെ ലൈൻ സ്റ്റോർ ചെയ്യുമ്പോഴേക്കും അത് റീപ്ലേസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഈ രണ്ടാമത്തെ ആ ലൈൻ മാത്രമേ അത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ fgets എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. fgets ആദ്യം ആ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫയലിൻ്റെ ആദ്യത്തെ ലൈനായിരിക്കും അത് എടുക്കുന്നത്. രണ്ടാമത് വീണ്ടും fgets എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ വെച്ചാണോ നിന്നത് അവിടെ മുതൽ അടുത്ത ന്യൂ ലൈൻ ക്യാരക്ടർ ഇതുവരെ വരുന്നു അതുവരെയുള്ള സ്ട്രിങ് ആയിരിക്കും അത് അബ്സോർബ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ fgets വരുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ലൈന് വേണം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അബ്സോർബ് ചെയ്തൊക്കെ എടുക്കാം. അപ്പം ഇതാണ് അത് ശേഷം ക്ലോസ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞ് പ്രോഗ്രാം എൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിനെ തന്നെ ചെറിയൊരു മോഡിഫൈ ചെയ്ത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ 2 ലൈനും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്ന് കരുതുക. ആദ്യത്തെ ലൈനും ഡിസ്പ്ലേ ചെയ്യണം, രണ്ടാമത്തെ ലൈനും ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം? സെപ്പറേറ്റ് 2 ക്യാരക്ടർ അറേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യാം. ആ പ്രോഗ്രാം നമ്മൾ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ 2 ക്യാരക്ടർ അറേ, ലൈൻ 1 എന്നും ലൈൻ 2 എന്ന 2 ക്യാരക്ടർ അറേ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ R എന്ന റീഡ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് fgets എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഇത് കൊടുക്കുന്നു, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഈ ഒരു സ്ട്രിങ് അബ്സോർബ് ചെയ്തിട്ട് ലൈൻ 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ടാണ് ആദ്യത്തെ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ fgets എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ രണ്ടാമത്തെ ലൈനാണല്ലോ അത് അബ്സോർബ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ ലൈനിനെ റീഡ് ചെയ്ത് ലൈൻ 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് fgets എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലൈനിനെ റീഡ് ചെയ്തിട്ട് ലൈൻ 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലൈൻ 1നെ ലൈൻ 2നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കും. മുമ്പേ യൂസ് ചെയ്ത കഴിഞ്ഞ പ്രോഗ്രാമിൽ തൊട്ട് മുമ്പ് കാണിച്ച പ്രോഗ്രാമിൽ യൂസ് ചെയ്ത സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പെർസെൻറ്റേജസും ഡബിൾ കോട്ട്സിൽ കൊടുത്തു. എന്നിട്ട് ലൈൻ 1 എന്നും ലൈൻ 2 എന്നും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ലൈൻ 1 ലൈൻ 2 കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 ലൈനായിട്ട് വന്നോളും. ഇവിടെ 2 ലൈനായിട്ട് വരാൻ കാര്യം ഇതിവിടെ ലൈൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ന്യൂ ലൈൻ ക്യാരക്ടറും കൂടെ ചേർത്താണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അടുത്തടുത്ത ലൈനിലായിട്ട് 2 ലൈനിലായിട്ട് ഈ ഡാറ്റ ഇവിടെ വന്നോളും. അപ്പോൾ അങ്ങനെ ലൈൻ 1ലും ലൈൻ 2ലും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതായത് റീഡ് ഓൺലി മോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫയലിനെ ഓപ്പൺ ചെയ്തത്. ഇനി ഈ പ്രോഗ്രാമിൽ നമുക്ക് fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഫയലിലേക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ W എന്ന റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വേണം, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ആൽഫബറ്റ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്, അപ്പൻഡ്, അതായത് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പെർമിഷൻ. അപ്പോൾ ഈ 2 പെർമിഷൻ വയ്ക്കുമ്പോൾ മാത്രമേ, ഈ 2 ആൽഫബറ്റ്സ് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം എന്നാൽ മാത്രമല്ലേ ഡാറ്റ റൈറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ, ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ റീഡ് ഓൺലി മോഡ്, റീഡ് എന്ന R എന്ന് പറയുന്ന ആ ഒരു മോഡ് വെച്ചിട്ടാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാമിൽ ഈ fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനൊക്കില്ല. അല്ലെങ്കിൽ ആ ഫയലിൽ fprintf എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, എറർ കാണിക്കും. കാരണം റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ R എന്ന് പറയുന്ന സംഭവം വന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന R എന്ന് പറയുന്ന റീഡ് ചെയ്യാനുള്ള പെർമിഷൻ വെച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ fprintf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡാറ്റ റൈറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഫയലിനെ റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ, അതിനെ കണ്ടൻസ് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഫയൽ വെച്ചിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം 2-3 വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് സത്യം പറഞ്ഞത്. എൻ്റെ ബേസ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് ബേസൊക്കെ പഠിക്കാനൊക്കെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെക്കാളും ഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ സ്വയം ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റിനെ പറ്റി ഞാൻ ഈ ഫയൽസ് തുടങ്ങിയ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം എന്ന് ഉള്ളത് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കുക. അപ്പോൾ ഫയൽസ് ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫയൽസ് കൈ വയ്ക്കാവൂ. കൂടുതൽ ടൈം ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ടൈം കളയരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നന്ദി.